നമസ്കാരം. എച്ച് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജനകീയ വിഷയങ്ങൾ മറച്ചുപിടിക്കാൻ ചില മാധ്യമങ്ങൾ നടത്തിയ ശ്രമം മാപ്പറിയിക്കാത്തത്. ചില മാധ്യമ മുതലാളിമാർ സ്വീകരിച്ചത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന സമീപനം. UDFനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ നനഞ്ഞ പടക്കമായെന്നും വി കെ ശ്രീകണ്ഠൻ. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് കൊഴിഞ്ഞാമ്പാറയിൽ വീണ്ടും വിമത കൺവെൻഷൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെയുണ്ടായ വിമത നീക്കം നേതൃത്വത്തിന് തലവേദനയായി. വിമത നീക്കം ആരംഭിച്ചത് കോൺഗ്രസ് വിട്ടെത്തിയ വ്യക്തിയെ കൊഴിഞ്ഞാമ്പാറ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി ആക്കിയതോടെ 13 ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തു. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. ആദ്യ ദിനം അരങ്ങിലെത്തിയത് ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79. ഇന്നു വൈകിട്ട് 7-ന് എറണാകുളം നാടകവേദിയുടെ പകിട 12. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനകീയ വിഷയങ്ങൾ മറച്ചുപിടിക്കാൻ ചില മാധ്യമങ്ങൾ നടത്തിയ ശ്രമം പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പറിയിക്കുന്നില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. മാധ്യമങ്ങളുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന നിലപാടാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ സ്വീകരിച്ചതെന്നും എം പി വിമർശിച്ചു. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങളും മാധ്യമ മുതലാളിമാരും നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ മറച്ചുപിടിക്കാൻ പല മാധ്യമങ്ങളും വലിയ ശ്രമമാണ് നടത്തിയത്. ഇത് പൊതുസമൂഹത്തിൽ മാപ്പർഹിക്കുന്നില്ല. UDFനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിലപ്പോയില്ല. മാധ്യമ വിശ്വാസ്യത ഒരു കൂട്ടം മാധ്യമങ്ങൾ തകർത്തെന്നും വി കെ ശ്രീകണ്ഠൻ ആക്ഷേപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു അണുവിട വിട്ടുവീഴ്ച ഒരു നേതാവിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതുപോലെ കോൺഗ്രസിന് ഐക്യമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ ഉപരി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് UDFിലെ മറ്റെല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി ഇതുപോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അനാവശ്യമായ കത്ത് വിവാദം ഉണ്ടാക്കി ഒരു കൂട്ടം മാധ്യമങ്ങൾ തിരക്കഥ സൃഷ്ടിച്ച് ഇറക്കിയത്. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് കത്ത് കൊടുക്കും, അഭിപ്രായം പറയും, ചർച്ച നടത്തും. എല്ലാ പാർട്ടിയിലേക്കാളും കൂടുതൽ കോൺഗ്രസ് നടത്തും. മറ്റവരൊക്കെ പ്രഖ്യാപിക്കുക പതിവുള്ളൂ. ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കുക. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ചർച്ച എലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഒരു പടി മുമ്പിൽ വന്നപ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്താൻ, അതിനെ തെറ്റായ ചിത്രീകരണം നടത്താൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ BJPയുടെയും CPMന്റെയും ചട്ടുകങ്ങളായി പ്രവർത്തിച്ചത് നിർഭാഗ്യകരമായ കാര്യമാണ്. ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി സമയം കളഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം ഒരു മാധ്യമത്തിന്റെ ലൈവ് ചാനൽ 1.5 മണിക്കൂറും 2 മണിക്കൂറും അപ്രസക്തരായിട്ടുള്ള ചില ആളുകൾക്ക് വേണ്ടി വിനിയോഗിച്ചപ്പോൾ തന്നെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് കൊഴിഞ്ഞാമ്പാറയിൽ വീണ്ടും വിമത കൺവെൻഷൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനു പിറകെ വിമതർ വിളിച്ചു ചേർത്ത കൺവെൻഷൻ നേതൃത്വത്തിന് തലവേദനയായി. കൊഴിഞ്ഞാമ്പാറ സെക്കൻഡ് ലോക്കൽ സമ്മേളനം നടത്താൻ തീരുമാനിച്ച ദിവസം തന്നെയാണ് വിമതർ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. വിമത നീക്കത്തെ തുടർന്ന് കഴിഞ്ഞ 3 തവണയും കൊഴിഞ്ഞാമ്പാറ 2-ലെ ലോക്കൽ സമ്മേളനം മാറ്റിവെച്ചിരുന്നു. അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്നയാളെ കൊഴിഞ്ഞാമ്പാറ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറിയാക്കിയതോടെയാണ് മേഖലയിൽ വിഭാഗീയതയും വിമത നീക്കവും ശക്തിയാർജിച്ചത്. പാർട്ടി ആലോചന നടത്താതെ ജില്ലാ സെക്രട്ടറിയാണ് കോൺഗ്രസുകാരനെ CPM ലോക്കൽ സെക്രട്ടറിയാക്കിയതെന്നും നേതൃത്വം ഏകപക്ഷീയമായും ഏകാധിപത്യപരമായും പെരുമാറുന്നുവെന്നുമാണ് വിമതരുടെ ആരോപണം. ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം B ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിമത കൺവെൻഷൻ ചേർന്നത്. പരാതികൾ അയച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടും. ഈ സംഘടനാ മര്യാദയും വ്യവസ്ഥയും പാലിക്കാതെ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു സംഘടനാ മാന്യതയും പാലിക്കാതെ നടത്തുന്ന സമ്മേളനം എങ്ങനെയാണ് ഔദ്യോഗിക സമ്മേളനമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റുക? നിങ്ങൾ വേണമെങ്കിൽ ആ വിഷ്വൽസും ചിത്രങ്ങളും എടുത്ത് പരിശോധിക്കൂ. ഇവരെപ്പോഴാണ് പാർട്ടി അംഗങ്ങളായത്? ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ കയ്യിലും മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. പാർട്ടി അംഗങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ആരെ വേണമെങ്കിലും വിളിച്ചിരുത്തിയിട്ട് നടത്തുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മര്യാദയും പാലിക്കാതെ നടത്തുന്ന സമ്മേളനമാണ്. ഇതാണ് യഥാർത്ഥ സമ്മേളനം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്.
കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. വിഭാഗീയതയെ തുടർന്ന് കമ്മിറ്റികളിൽ നിന്ന് പുറത്തുപോയവരുടെയും നിശബ്ദത പാലിക്കുന്നവരുടെയും പിന്തുണ ഇവർക്കുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിലെ വിഭാഗീയ പ്രവർത്തനം പാർട്ടിക്ക് കനത്ത തലവേദനയായിട്ടുണ്ട്. 17 ബ്രാഞ്ച് കമ്മിറ്റികളുള്ള കൊഴിഞ്ഞമ്പാറ 2 ലോക്കൽ കമ്മിറ്റിയിലെ 13 ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തു. ബ്രാഞ്ച് കമ്മിറ്റി മിനിറ്റ്സുമായി സെക്രട്ടറിമാർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തത് നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു തന്നെയാണ്. സംസ്ഥാന നേതൃത്വത്തിന് ബ്രാഞ്ച് സെക്രട്ടറിമാർ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് പരസ്യ പ്രതികരണത്തിലേക്കും കൺവെൻഷനിലേക്കും വിമതർ നീങ്ങിയത്. സകല ശക്തിയുമെടുത്ത് പോരാടിയിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമേറ്റ CPMന് മറ്റൊരു തലവേദനയാണ് കൊഴിഞ്ഞമ്പാറയിലെ വിമത നീക്കം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSA പട്ടാമ്പി ഉപജില്ല 34ാം വാർഷിക സമ്മേളനം പട്ടാമ്പി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KSA സംസ്ഥാന കമ്മിറ്റി അംഗം K. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായാണ് KSA പട്ടാമ്പി ഉപജില്ല 34ാം വാർഷിക സമ്മേളനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ഉപജില്ലാ പ്രസിഡന്റ് K. കാവേരി പതാക ഉയർത്തിയോടെ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം KSA സംസ്ഥാന കമ്മിറ്റി അംഗം K. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. KSA ഉപജില്ലാ പ്രസിഡന്റ് K. കാവേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP സ്മിത രക്തസാക്ഷി പ്രമേയവും PG ഗിരീഷ് കുമാർ സംഘടനാ റിപ്പോർട്ടും VP മനോജ് പ്രവർത്തന റിപ്പോർട്ടും M. സുധീർ വരവ് ചെലവ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. T. വിശ്വനാഥൻ, K. പ്രസാദ്, K. ജയപ്രകാശ്, EM. ശ്രീദേവി, A. ഷെമി, MP. വിപിനൻ, S. മിനി, KC ഷാജിമോൻ, വെങ്കടേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള നദ്വത്തുൽ മുജാഹിദീൻ മദ്രസ സർഗമേള പാർലി അറബിക് കോളേജ് ക്യാമ്പസിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP സർഗമേള ഉദ്ഘാടനം ചെയ്തു. 28 മദ്രസകളിൽ നിന്നായി 64 ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ 1000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 13 വേദികളിലായാണ് മത്സരം അരങ്ങേറിയത്. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയർമാൻ അഹമ്മദ് അൻസാരി മൗലവി അധ്യക്ഷനായി. KNM ജില്ലാ പ്രസിഡന്റ് NAM ഇസ്ഹാഖ് മൗലവി, പ്രൊഫസർ അബ്ദുൽ മജീദ് മാസ്റ്റർ, K. ഉമ്മർ, കാസിം മാസ്റ്റർ, അബ്ദുൽ നാസർ മാസ്റ്റർ, അബ്ദുൽ സത്താർ പറക്കുന്നം, നാസർ മൗലവി കുരിശാംകുളം, നൌഫൽ പുതുപ്പള്ളിത്തെരുവ്, നസീർ, ഇമാം കാസിം എന്നിവർ സംസാരിച്ചു. പാലക്കാട് മദ്രസ കോംപ്ലക്സ് സെക്രട്ടറി ഫാറൂഖ് മൗലവി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി നഗരസഭ കേരളോത്സവത്തിന് തുടക്കമായി. നീന്തൽ മത്സരത്തോടെയായിരുന്നു തുടക്കം. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭ കേരളോത്സവം 2024 നീന്തൽ മത്സരത്തോടുകൂടി ഞായറാഴ്ച തുടക്കം കുറിച്ചത്. നഗരസഭാ പരിധിയിൽ വരുന്ന കൊടലൂരിലെ പെരുക്കാട്ടുകുളത്തിൽ വെച്ചായിരുന്നു നീന്തൽ മത്സരം. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ P. മുനീറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. വിജയകുമാർ, കൗൺസിലർമാരായ CS സാജിദ്, V. സൈദലവി, വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്വിമ്മിംഗ് ടീച്ചർ അസോസിയേഷൻ ഇന്റർനാഷണൽ അംഗങ്ങളായ M. കൃഷ്ണജ, M. അബുദാഹിർ, K. അക്ബർ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. നഗരസഭയിലെ വിവിധ ക്ലബ്ബുകളിലെ മത്സരാർത്ഥികൾ പങ്കെടുത്തു. 100 മീറ്റർ, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നീ മത്സരങ്ങളാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. നാടകോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ നിർവഹിച്ചു. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ ബാൽസൻ നഗറിൽ സജ്ജീകരിച്ച വേദിയിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. നാടകോത്സവം ഡിസംബർ 2-ന് സമാപിക്കും. മാറി മറിയുക എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. വളരെ ചെറിയ തിരക്ക് പിടിച്ചൊരു ലോകത്ത് നിന്ന് അങ്ങനെ കഴിയുന്ന ഞാൻ തടവ് എന്ന സിനിമ എനിക്ക് നൽകിയ വിശാലമായ ഒരു ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി 12 മണിക്ക് എൻ്റെ അവസ്ഥ മാറി. അതുവരെ ഞാൻ ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുകയായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് എല്ലാവരുടെയും മനസ്സിൽ ഞാനിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഒരുപാട് അകലമുണ്ട് താഴേക്ക്. എപ്പോ വേണമെങ്കിലും എനിക്ക് അവസ്ഥ മാറി താഴേക്ക് പതിക്കാം.
അത് ഞാൻ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി അധ്യക്ഷനായി. ട്രഷറർ T സതീഷ് ബാബു സ്വാഗതം ആശംസിച്ചു. P മമ്മിക്കുട്ടി MLA, MK ജയപ്രകാശ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് പ്രഥമ ബാൽസൻ പുരസ്കാരം അഭിനേത്രി കുളപ്പുള്ളി ലീലയ്ക്ക് P മമ്മിക്കുട്ടി MLA സമ്മാനിച്ചു. യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് ഗ്ലോബൽ അവാർഡ് ജേതാവ് ഡോക്ടർ വാസുദേവൻ വൈദ്യരെ ചടങ്ങിൽ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി ആദരിച്ചു. ബാൽസൻ ഷൊർണൂർ രചിച്ച 1000 അമാവാസിയും 1001 പൗർണമിയും എന്ന പുസ്തകം MR മുരളി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. MB രതീഷ്, CN ഭവദാസൻ, ഉണ്ണി മാസ്റ്റർ, വിലാസിനി ബാൽസൻ, OP ഗോവിന്ദൻകുട്ടി, സുരേന്ദ്രൻ പാപ്പുള്ളി, M മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉദ്ഘാടന നാടകമായി ആറ്റിങ്ങൽ നടനസഭ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടർ നമ്പർ 79 അരങ്ങിലെത്തി. തെക്കൻ തിരുവിതാംകൂറിലെ മലയോര മേഖലകളിൽ 1970കളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ നമ്പർ 79 കഥ പറയുന്നത്. സുരേഷ് ദിവാകരനാണ് സംവിധാനം. അപ്പൊ പിന്നെ ബിരിയാണി പറഞ്ഞ് 3 കൊല്ലം നീ ഇപ്പൊ എന്നേക്ക് പോകണം. നീ ഇല്ലാതെ ഈ 5-6 കൊല്ലം ഞാൻ അനുഭവിച്ച വെള്ളം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്ത് പറഞ്ഞാൽ ഈ ഡൽഹി കൂടി വിട്ടതിന്റെ ഞാൻ ഇങ്ങോട്ട് തരില്ല. ഞാൻ അച്ഛനെ ഒന്ന് പുറം നനച്ച് കിടത്തിയിട്ട് വരാം. നാടകോത്സവത്തിന്റെ 2ാം ദിനത്തിൽ എറണാകുളം നാടകവേദിയുടെ പകിട 12 അരങ്ങിലെത്തും. ഡിസംബർ 2 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. എല്ലാ ദിവസവും രാത്രി 7 മണി മുതലാണ് നാടക പ്രദർശനം. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. അന്തരിച്ച നടൻ മേഘനാഥന്റെ തറവാട്ട് വീട്ടിലെത്തി മന്ത്രി MB രാജേഷ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11:30യോടെയാണ് മന്ത്രി വാടാനംകുറിശ്ശിയിലെ വീട്ടിലെത്തിയത്. അരമണിക്കൂറോളം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിച്ച മന്ത്രി 12 മണിയോടെയാണ് മടങ്ങിയത്. മേഘനാഥന്റെ അമ്മ ശാരദാ ബാലൻ കെ നായർ, സഹോദരൻ അനിൽകുമാർ, ഭാര്യ, മകൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന നാഷണൽ സെമിനാറിന് തിങ്കളാഴ്ച തുടക്കമാകും. പഞ്ചകർമ്മ ചികിത്സാ രീതിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വസ്തി എന്ന ചികിത്സാവിധിയുടെ നൂതന സാധ്യതകളെക്കുറിച്ചാണ് സെമിനാർ അവതരണമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാസ്തി ആൻഡ് അൺമാച്ച്ഡ് തെറാപ്പറ്റിക് പവർ ഹൗസ് എന്ന പേരിലാണ് 2 ദിവസങ്ങളിലായി സെമിനാർ സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9:30 നടക്കുന്ന ചടങ്ങ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഡയറക്ടർ ഡോക്ടർ രബി നാരായണൻ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിദഗ്ധർ സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട്. സമാന വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർമാരുടെ പേപ്പർ പ്രസന്റേഷൻ മത്സരവും ഉണ്ടായിരിക്കും. ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ CCRAS ഡോക്ടർ N ശ്രീകാന്ത് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. സ്ഥാപന മേധാവി ഡോക്ടർ D സുധാകർ സ്വാഗത പ്രസംഗവും ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ VC ദീപ് നന്ദി പ്രകാശനവും നടത്തും. KUHF രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ ആമുഖ പ്രഭാഷണം നിർവഹിക്കും. Ayurveda Research Institute Panchakarma Cheruturthi is hosting a national seminar Niruhan 2024. Vasti and an unmatched therapeutic powerhouse on November 25th, 26th, 2024. Apart from undertaking clinical research focusing on validation of Panchakarma procedures in neuromuscular and musculoskeletal disorders, the institute undertakes various pharmacological and biochemical pathological research activities. വിവിധ സെമിനാറുകൾക്ക് 8ഓളം ഡോക്ടർമാർ നേതൃത്വം വഹിക്കും. ഡയറക്ടർ ഡോക്ടർ D സുധാകർ, ഡോക്ടർ സുദേശൻ ഗൈദാനി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ VC ദീപ്, ഡോക്ടർ അശ്വിനി, ഷിയോ പ്രസാദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി പെരുമുടിയൂർ നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ സത്സംഗം കുടുംബസംഗമം സംഘടിപ്പിച്ചു. ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സംഗമം ഉദ്ഘാടനം ചെയ്തു.
പെരുമുടിയൂർ നെടുങ്ങനാട്ട് മുത്തശ്ശർക്കാവിലാണ് സത്സംഗോത്സവം 2024 സംഘടിപ്പിച്ചത്. ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദീപപ്രജ്വലനത്തോടെ ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പല ജന്മങ്ങളെടുത്ത് മനുഷ്യന്റെ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നേടിത്തരുന്നത് നമ്മുടെ ഗുരുനാഥന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഭാരതത്തിൽ ഗുരുനാഥൻ ഇല്ലാത്തവനെയാണ് അനാഥൻ എന്ന് പറയുന്നത്. ഒരു ഗുരു ഉണ്ടെങ്കിൽ അവന് ഒരിക്കലും ദുർഗതി വരില്ല. നമ്മുടെ എല്ലാ ഭാരവും ആ ഗുരുതത്വത്തിൽ വിട്ടുകൊടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കാൻ പ്രാപ്തിയുള്ള അനുഗ്രഹകലയാണ് ഗുരു എന്ന സങ്കല്പം. ചടങ്ങിൽ മോഹനൻ ചേറൂർ അധ്യക്ഷനായി. ബ്രഹ്മശ്രീ മാടായിമഠം നാരായണൻ എമ്പ്രാന്തിരി, നെടുങ്കനാട്ട് മുത്തശ്ശർക്കാവ് സംരക്ഷണ സമിതി അധ്യക്ഷൻ വി രവീന്ദ്രനാഥ്, വാസുദേവൻ ആനമങ്ങാട്ട്, പത്മിനി ജി നായർ, CP സുജാത, ബിജു പുറമണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് VK ശ്രീകണ്ഠൻ MP. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജനകീയ വിഷയങ്ങൾ മറച്ചുപിടിക്കാൻ ചില മാധ്യമങ്ങൾ നടത്തിയ ശ്രമം മാപ്പറിയിക്കാത്തത്. ചില മാധ്യമ മുതലാളിമാർ സ്വീകരിച്ചത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന സമീപനം. UDFനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ നനഞ്ഞ പടക്കമായെന്നും VK ശ്രീകണ്ഠൻ. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് കൊഴിഞ്ഞാമ്പാറയിൽ വീണ്ടും വിമത കൺവെൻഷൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെയുണ്ടായ വിമത നീക്കം നേതൃത്വത്തിന് തലവേദനയായി. വിമത നീക്കം ആരംഭിച്ചത് കോൺഗ്രസ് വിട്ടെത്തിയ വ്യക്തിയെ കൊഴിഞ്ഞാമ്പാറ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി ആക്കിയതോടെ 13 ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തു. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. ആദ്യ ദിനം അരങ്ങിലെത്തിയത് ആറ്റിങ്ങൽ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79. ഇന്നു വൈകിട്ട് 7-ന് എറണാകുളം നാടകവേദിയുടെ പകിട 12. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.